നമസ്കാരം. ആദ്യമായി അമേരിക്കൻ വംശജൻ മാർപ്പാപ്പയാകുമ്പോൾ ആദ്യത്തെ അമേരിക്കൻ മാർപ്പാപ്പ എന്ന ഖ്യാതിയോടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ തലവനായി. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന 69കാരനെ ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ തലവനായി തിരഞ്ഞെടുക്കുമ്പോൾ അമേരിക്കയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്കും ഇത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ലിയോ 14 മാർപ്പാപ്പ എന്ന പേരാണ് അദ്ദേഹം ഔദ്യോഗികമായി സ്വീകരിച്ചത്. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള പോപ്പായിരുന്നു അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പിൻഗാമി വടക്കേ അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റും. ആദ്യത്തെ അമേരിക്കൻ മാർപ്പാപ്പ എന്ന ഖ്യാതി ഇതോടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിന് സ്വന്തമാവുകയാണ്. ലോകത്തെ 1.4 ബില്യൺ റോമൻ കത്തോലിക്കരുടെയും കത്തോലിക്ക പള്ളിക്കും പുതിയ മേധാവിയായി ഇദ്ദേഹം മാറുന്നു. കോൺക്ലേവ് നടക്കുന്നതിന് മുമ്പ് തന്നെ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ ആളാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. 2025 മെയ് 8 ഔദ്യോഗികമായിട്ട് അധികാരമേൽക്കുന്നത് മുതൽ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെയും കത്തോലിക്ക സഭയുടെയും പരമാധികാരിയാണ് ലിയോ 14 മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസം രാത്രി 9:38 വത്തിക്കാനിലെ സിനസ്റ്റൻ ചാപ്പലിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച ചിമ്മിനിയിലൂടെ വെളുത്ത പുക വന്നതോടെ 2 ദിവസമായി തുടരുന്ന 267 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കോൺക്ലേവ് അവസാനിച്ചത്. കോൺക്ലേവിൻ്റെ 2ാം ദിനമായ ബുധനാഴ്ച വൈകിട്ടോടെ നടന്ന അവസാന ബാലറ്റിലാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. കോൺക്ലേവിൻ്റെ തീരുമാനം അറിയാനായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയിട്ടുള്ള 10,000 വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനായിട്ട് അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ മാർപ്പാപ്പയുടെ സ്ഥാനവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എത്തിച്ചേരുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് അഗസ്റ്റീനിയൻ സഭാംഗം കൂടിയായിട്ടുള്ള പ്രവോസ്റ്റ്. ഷിക്കാഗോയിൽ ജനിച്ച കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെറ്റി ചൊളിച്ചിട്ടുണ്ടാകാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കുടിയേറ്റ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ നിർത്തിപ്പൊരിക്കുന്ന ആത്മീയ നേതാവ് കൂടിയാണ് ഈ പുതിയ മാർപ്പാപ്പ എന്ന് പറയപ്പെടുന്നത്. പുതിയ പോപ്പ് അമേരിക്കക്കാരനാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മുൻകാല സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ തുടർച്ചയായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് പോപ്പ് ലിയോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ട്വീറ്റ് എന്ന് പറയപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ടത് തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസം 14 അന്ന് 3 കുട്ടികളുടെ പിതാവ് കൂടിയായിട്ടുള്ള രേഖകളില്ലാതെ അമേരിക്കയിൽ എത്തിയ കുടിയേറ്റക്കാരനെ എൽ സാൽവഡോറിലേക്ക് നാട് കടത്തുന്നത് എതിർത്തുകൊണ്ടുള്ളതായിരുന്നു ആ ട്വീറ്റ് എന്ന് പറയപ്പെടുന്നത്. കഷ്ടതകൾ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ബോധം നശിച്ചുവോ? എങ്ങനെ നിങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, വളരെ വൈറലായ പോസ്റ്റ്. സമാനമായ രീതിയിൽ തന്നെയാണ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിൻ്റെ കുടിയേറ്റ വിഷയത്തിലെ നിലപാടുകളെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും പോപ്പ് ലിയോ 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കുടിയേറ്റക്കാരുടെ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ട്രംപ് സർക്കാരിൻ്റെ നടപടിയിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തി പെറുവിലെ കത്തോലിക്ക നേതാക്കൾ എഴുതിയ കത്തുൾപ്പെടെ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനെതിരെയുള്ള നിരവധി പോസ്റ്റുകൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് ലിയോ 14 പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ലാറ്റിൻ അമേരിക്കയിൽ ചെലവഴിച്ച ഇദ്ദേഹത്തിന് കുടിയേറ്റക്കാരോട് താല്പര്യമുണ്ടാവുക എന്നത് സ്വാഭാവികം തന്നെയാണ്. അദ്ദേഹത്തിനൊരു പെറുവിയൻ പൗരത്വം പോലുമുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വ്യാഴാഴ്ച, മാർപ്പാപ്പ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗം എന്ന് പറയപ്പെടുന്ന സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷകളിലായിരുന്നു. ഏതായാലും 69കാരനായ പോപ്പിനെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ആദ്യം അഭിനന്ദിച്ചത് ഈ ഡൊണാൾഡ് ട്രംപും ജെ.ഡി. വാൻസനുമായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ നിലപാടുകളോട് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന മാർപ്പാപ്പയോടുള്ള ജെ.ഡി. വാൻസിൻ്റെ സമീപനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2019 മാത്രം കത്തോലിക്ക വിശ്വാസിയായ വ്യക്തിയാണ് ജെ.ഡി. വാൻസ് എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല പോപ്പ് ഫ്രാൻസിസ് മരണമടയുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തെ സന്ദർശിച്ച ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ്
JD വാൻസ് എന്ന് പറയപ്പെടുന്ന വൈസ് പ്രസിഡന്റ്. പോപ്പ് ലിയോ 14 പഴയ സമൂഹ മാധ്യമ പോസ്റ്റുകളോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോടോ വാൻസ് പക്ഷേ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുമത വിശ്വാസപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥ ക്രമം ഉദ്ധരിച്ച് അദ്ദേഹം ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ ന്യായീകരിച്ചിരുന്നു. ആദ്യം കുടുംബത്തെ സ്നേഹിക്കുക, പിന്നീട് അയൽക്കാരെ സ്നേഹിക്കുക, പിന്നീട് സമൂഹത്തെയും രാജ്യത്തെയും സ്നേഹിക്കുക, അതിനുശേഷം ലോകത്തെയും എന്ന വരികൾ ഉദ്ധരിച്ചായിരുന്നു വാൻസ് ഭരണകൂട നടപടികളെ അന്ന് ന്യായീകരിച്ചത്. പോപ്പ് ലിയോ 14 എന്ന പേര് സ്വീകരിച്ച് ലോകത്തിലെ 1.41 ബില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യനായി മാറുന്ന കർദിനാൾ റോബർട്ട് പ്രോവസ്റ്റ് മാർപ്പാപ്പയാകുന്ന ആദ്യ അമേരിക്കക്കാരൻ കൂടിയാണ്. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം നിൽക്കുമ്പോഴാണ് പുതിയ മാർപ്പാപ്പയായി റോബർട്ട് പ്രോവോസ്റ്റ് എത്തുന്നത്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ജനസമ്മതനായ ആചാര്യനായിരുന്നു. ഹോർഗെ മരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാവർക്കും അറിയാം. മാർപ്പാപ്പയായപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത് പോലും. അതായിരുന്നു പഴയ മാർപ്പാപ്പ. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് 2013 മാർച്ച് മാസം 13 കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി അന്ന് അദ്ദേഹം ചുമതലയേറ്റത്. കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു അന്ന് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ സാക്ഷ്യപത്രം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും. കാരണം ലളിത ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിൽ ജീവിച്ച അന്തരിച്ച മാർപ്പാപ്പ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിൽ നിന്നുകൊണ്ട് ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കും എല്ലാം വേണ്ടി ബാധിച്ച ഒരു പാവ മനുഷ്യൻ. യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുത് എന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു. ചരിത്രപരമായിട്ടുള്ള നിലപാടെടുത്തതും സഭാസിംഹാസനത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന മാർപ്പാപ്പയുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് അത് സംഭവിച്ചതും. അതും ഈ ലാളിത്യത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സഭയുടെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇതിനു മുൻപുള്ള മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളതാണ്. ശവകുടീരത്തിൽ പ്രത്യേകം അലങ്കാരങ്ങളൊന്നും പാടില്ല എന്നും ലാറ്റിൻ അമേരിക്കൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് അറിയേണ്ടത് പുതിയ മാർപ്പാപ്പയും ആ പിൻഗാമിയുടെ വഴിയിലായിരിക്കുമോ സഞ്ചരിക്കുക എന്നതാണ്. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അടക്കം ഉറ്റുനോക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പഴയ മാർപ്പാപ്പയെപ്പോലെ ലളിത ജീവിതം നയിക്കുവാനും ആഡംബരങ്ങളിൽ ജീവിക്കാതിരിക്കുവാനും പുതിയ മാർപ്പാപ്പയായിട്ടുള്ള റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അത് നമ്മുടെ സഭകൾക്കും ബാധകമാണ്. അതുകൊണ്ട് അവർ ഉറ്റുനോക്കുന്നുണ്ട്. കേരളത്തിലെ ആഡംബര ഭ്രമികളായിട്ടുള്ള മെത്രാന്മാർക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സഭകളെയും വിശ്വാസി സമൂഹത്തെയും കൂടെ നിർത്തുകയും അവരുടെ ഇടയിലെ താഴേത്തട്ടിൽ ജീവിക്കുന്നവർക്ക് പ്രചോദനമാക്കുകയും ചെയ്യുന്ന തരത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതികളാണ് പുതിയ മാർപ്പാപ്പയും സ്വീകരിക്കുന്നത് എങ്കിൽ ജനസമ്മതനായ ആരാധ്യനായ സ്നേഹസമ്പന്നനായ ഒരു പോപ്പായി റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ തലവനായി അവരുടെ ഹൃദയങ്ങളിൽ ഇടം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഴയ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് പോലെ എന്നും ജനസമ്മതനായി തീരുകയും ചെയ്യാം അദ്ദേഹത്തിന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ലോകത്തിലെ 1.41 ബില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യൻ റോബർട്ട് പ്രവോസ്റ്റ് എന്ന പോപ്പ് ലിയോ 14 മാർപ്പാപ്പ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.